ഞാൻ പഠിച്ച എക്സ്പീരിയൻസ്ഡ് ചെയ്ത ഒരു പ്രാക്ടിക്കൽ നോളജ് കുട്ടികളിലേക്കും നമ്മളെ പുതിയ തലമുറയിലേക്കും കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ 2021 ഞാൻ ഒരു അക്കാഡമി കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹായ്, ആക്കിമുൽ അസീസ്. ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. എൻ്റെ സ്ഥാപനത്തിന് പേര് ആക്യുറേറ്റ് ബിസിനസ് സൊല്യൂഷൻ. 2017 ഞാൻ എൻ്റെ ബിസിനസ് കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്യുറേറ്റ് ബിസിനസ് സൊല്യൂഷൻ കൊടുക്കുന്ന സർവീസ് എന്ന് വെച്ചാൽ ഇന്റേണൽ ഓഡിറ്റ് സർവീസ്, GST ആൻഡ് ഇൻകം ടാക്സ് കൺസൾട്ടേഷൻ, അക്കൗണ്ടിങ് സർവീസ്, സ്റ്റാർട്ടപ്പ് ബിസിനസ് അഡ്വൈസറി സർവീസ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് അവർക്ക് വേണ്ടുന്നുള്ള രീതിയിലുള്ള സർവീസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണോ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റുക ആ രീതിയിലുള്ള സർവീസ് എനിക്ക് സക്സസ്ഫുള്ളി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നല്ലൊരു ക്ലയൻറ്റ് ബേസ് ഇപ്പം എനിക്ക് ഇന്ത്യയിലായിട്ടുണ്ട്. കേരളത്തിലാണ് എൻ്റെ ഓഫീസ്. ആ ഒരു എക്സ്പീരിയൻസ് ബേസിലാണ് ഞാൻ ഒമാനിലേക്കും എൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു. ഇപ്പം 2025 UAE-യിലേക്കും ഞാൻ എക്സ്പാൻഡ് ചെയ്തു. എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ്ഡ് ബേസിൽ 2020 മുതൽ എനിക്ക് ഒരു അക്കാഡമിക് ലെവലിലേക്ക് പോകാൻ ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ പഠിച്ച എക്സ്പീരിയൻസ്ഡ് ചെയ്ത ഒരു പ്രാക്ടിക്കൽ നോളജ് കുട്ടികളിലേക്കും നമ്മളെ പുതിയ തലമുറയിലേക്കും കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ 2021 ഞാൻ ഒരു അക്കാഡമി കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്യുറേറ്റ് ബിസിനസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ കൊടുക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് മാത്രമേ അതിലുള്ളൂ. അക്കൗണ്ട്സ്, ടാക്സേഷൻ, ഇൻറ്റേർണൽ ഓഡിറ്റ് അതുമായിട്ട് വരുന്ന കോഴ്സാണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. 3-4 ബാച്ച് ഇപ്പോൾ നമ്മളിപ്പം ഇറങ്ങിക്കഴിഞ്ഞു. ഈ 2 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇപ്പം വരുന്ന കുട്ടികൾക്ക് കോളേജസ് പഠിക്കുന്ന ഒരു തിയറിറ്റിക്കൽ നോളജ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബിസിനസ് എന്താണെന്നോ അതിൻ്റെ അക്കൗണ്ട്സ് എന്താണെന്നോ അവിടെ എന്താണ് സംഭവിക്കുന്നുള്ള പ്രാക്ടിക്കൽ നോളേജ് അവർക്ക് തീരെ ഇല്ല എന്നുള്ളതാണ്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രാക്ടിക്കൽ നോളേജ് ഡയറക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു അക്കാഡമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.